ഗൈസ്, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ഡയറക്റ്റഡ് ബൈ അവർ ഓൺ GVM ഗൗതം വാസുദേവ് മേനോൻ. പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ സ്വന്തം മമ്മൂക്കേൻ്റെ കമ്പനി, മമ്മൂട്ടി കമ്പനി. ഒരു സെക്കൻഡ്, അപ്പം ഞാനാണെങ്കിൽ രാവിലെ പോകാമെന്ന് വിചാരിച്ച് രാവിലെ പോകാൻ പറ്റിയില്ല. വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ അപ്പോൾ വൈകിട്ടാണ് സിനിമ കണ്ടിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നവർ മമ്മൂക്ക, ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്. നല്ല ലുക്കട്ട പുള്ളിക്കാരിയെ കാണാൻ പറയാതിരിക്കാൻ വയ്യ. വിജി വെങ്കടേഷ്, നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കിലൊക്കെ ഉള്ള അമ്മച്ചിയില്ലേ, പുള്ളിക്കാരി പടത്തിലുണ്ട്. ഷൈൻ ടോം ചാക്കോ ചെറിയ റോളുണ്ട്. വിനീത് പടത്തിലുണ്ട്. വിജയ് ബാബു ഉണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ അടങ്ങിയ സിനിമ. സിദ്ദിഖിക്ക, അയ്യോ തുടക്കത്തിൽ സിദ്ദിഖിക്കയും മമ്മൂക്കേൻ്റെ ഒക്കെ ഒരു കോമഡി രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മ്യൂസിക് ബൈ ദർബുക ശിവ. ആരെന്ന് അറിഞ്ഞുകൂടാ മച്ചാനെ, കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പോയിന്റിലൊക്കെ എത്തിയപ്പോൾ നമ്മളെ മറ്റേ കന്നഡ പടങ്ങളുടെ റെഫറൻസ് ഒക്കെ വെച്ച് ഇന്ത്യൻ സീനും ക്ലാസിക്കൽ റിതം ഒക്കെ ഉള്ള മ്യൂസിക്കും ആ സംഭവമൊന്നും അവിടെ അടിപൊളിയായിരുന്നു. എന്നിട്ട് ഇവിടെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വർക്കായില്ല. സിനിമാറ്റോഗ്രാഫി ബൈ വിഷ്ണുദേവ്, നൈസ്. നല്ല കിട്ടില്ല, കുറേ ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എഡിറ്ററിന്റെ പേര് ബുക്ക് മൈ ഷോയിൽ കൊടുത്തില്ല, ഐ എം സോറി. ആരാണെങ്കിലും നല്ല കിട്ടില്ല എഡിറ്റിംഗ്. ഫാസ്റ്റ് കട്ടാണ്, ടക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ മുറിച്ച് പോയിട്ടുണ്ട്. അത് നൈസായിരുന്നു. അപ്പോൾ ഓവറോൾ പടത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലടേ, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അത്ര ഗംഭീര പടം എന്നും പറയാനില്ല, ശോകം എന്നും പറയാനില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്ന ഒരു മൈൽഡ്. ഫസ്റ്റ് ഹാഫ് വാസ് ബ്രില്യൻ, ഫസ്റ്റ് ഹാഫ് വാസ് വെരി എൻഗേജിങ്, എൻ്റർടൈനിങ്. 2 കോമഡി സീൻസ് ഒക്കെ നല്ല രീതിക്കുണ്ട്. മമ്മൂക്കേൻ്റെയും ഗോകുൽ സുരേഷിൻ്റെ ആ ഒരു ഷെർലക് ഹോംസ് ആൻഡ് വാട്സൺ കോംബോ, അതൊക്കെ ഒരു നൈസായിരുന്നു. ആ ഒരു സംഭവമൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക, നമുക്ക് നാച്ചുറലി ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കോമഡീസും. മമ്മൂക്കേൻ്റെ ഒക്കെ ഒരു പുള്ളി ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കൊടുത്താലും പുള്ളി അങ്ങ് ചെയ്തോളും. എന്തൊക്കെ മോശം പടമോ ഏതൊക്കെ വന്നു കഴിഞ്ഞാലും ടർബോയിൽ പോലും പുള്ളി അടിപൊളിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ കേസും അങ്ങനെ തന്നെ. പുള്ളീൻ്റെ ആ ഒരു സംഭവങ്ങളും പുള്ളി ആ ഒരു ചില തുടങ്ങാൻ തന്നെ ഈ പുള്ളി ഡിറ്റക്റ്റീവാണെന്ന് നമുക്കിങ്ങനെ തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കുറേ നോട്ടീസ് കാണാൻ സംഭവങ്ങളും ആ സംഭവങ്ങളൊക്കെ ടിപ്പിക്കൽ സാധനോടെ ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ വെച്ചൊരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു. അതിനെ ചൊല്ലി പോകുമ്പോൾ കുറച്ച് മാൻ മിസ്സിങ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് വേറെ കുറേ വഴിത്തിരിവിലേക്ക് തിരിയുന്നു. ഫസ്റ്റ് ഹാഫ് വാസ് നൈസ്, ഒരു നല്ല രീതിയിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ സീനും ആർക്കും ഒരു രീതിയിലും ഇങ്ങനെ വെള്ളം കൂട്ടി വിഴുങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നപ്പോൾ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും പടത്തിൻ്റെ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു വേല അങ്ങ് കളഞ്ഞു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു സൈസ് സാധനമൊക്കെ ക്ലൈമാക്സിൽ എടുക്കും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ, തിയേറ്ററിൽ പോയി ഒരു 100-150 രൂപ ആൾക്ക് മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംഭവം അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മാസം മാക്സിമം OTTയിൽ വരുമായിരിക്കും. പാവപ്പെട്ട GVMൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഒരു വിഷമം. എന്താ വെച്ചാൽ പുള്ളീൻ്റെ മറ്റേ വിക്രത്തിൻ്റെ പടം ഇറങ്ങിയിട്ടില്ല, ഇതും എനിക്ക് വർക്കായില്ല. എന്തായാലും കണ്ടിരിക്കാവുന്ന ഒരു മൂവി. ഒരു എന്താ പറയുക, അത്ര സ്ട്രോങ് പ്ലോട്ടും വലിയ കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് സിമ്പിളായിട്ട് പോകുന്ന ഒരു പ്ലോട്ടും ഒരു മാൻ മിസ്സിങ് കേസും അതിൻ്റെ ഫോളോ ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്ക്, സെക്കൻഡ് ഹാഫും പോട്ടെ, തേർഡ് ആക്ട് ക്ലൈമാക്സ് ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്കൊക്കെയാണ് നമുക്ക് വല്ലാത്തൊരു കല്ലടി വന്നത്. ചില സമയത്ത് തോന്നുന്നു അവിടെ കിട്ടും, ഇതിവിടെ കിട്ടും, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ കഥ കുറച്ചും കൂടി ഇങ്ങനെ നീണ്ടുപോയി. നീളല് കുഴപ്പമില്ല, പക്ഷെ നീണ്ടിട്ട് കൊണ്ട് നിർത്തുന്ന സ്ഥലം അടിപൊളിയായിരിക്കണമല്ലോ. അത് അടിപൊളി ആയില്ല. അതാണ് എനിക്ക് പേഴ്സണലി ഇതൊരു ആവറേജ് പടമായിട്ട് തോന്നാനുള്ള ഒരു കാരണം. ഒരു ആവറേജ് പടം ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ മാത്രമേ ഇതിനെ പറ്റുള്ളൂ. ഇപ്പോൾ ടർബോലേസ് പറയുകയാണെങ്കിലും ഇതേപോലെ തന്നെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷനും സംഭവങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു പടമായി പോയി. ഒരു മാസിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിലുള്ള മാസൊക്കെ ആയിപ്പോയി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന പടമാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെയും കണ്ടിരിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം അങ്ങനെയാണ്. പലർക്കും വേറെ രീതിയിൽ തോന്നുമായിരിക്കാം. എനിക്കറിഞ്ഞൂടാ, ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, എനിക്കൊന്നും അറിഞ്ഞൂടാ. മമ്മൂക്കേൻ്റെ ഒരു ക്യാരക്ടർ വാസ് നൈസ്. ഡൊമിനിക് എന്ന് പറഞ്ഞ പുള്ളീൻ്റെ കഥാപാത്രത്തിൽ തന്നെ ഒരു ഇതുണ്ട്. പുള്ളി പറഞ്ഞ കള്ളമാണോ സത്യമാണോ പോലും പല സമയത്ത് നമുക്ക് സംശയം തോന്നും. പുള്ളി പറഞ്ഞിട്ടെന്ന് കഴിഞ്ഞാൽ ഇവൻ വലിയ മറ്റവനാണെന്ന് തോന്നും. ചില സമയത്ത് ഇങ്ങനെ തള്ളാനാണെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണത്.
ഈ നന്ദിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരി സുഷ്മിത ഭട്ട്, പുള്ളിക്കാരി നൈസായിരുന്നു കേട്ടോ. നല്ല ലുക്കും നല്ല രസമായിരുന്നു പുള്ളിക്കാരനെ കണ്ടോണ്ടൊക്കെ ഇരിക്കാൻ. ഗോകുൽ സുരേഷ് ചുമ്മാ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു മച്ചാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കോമഡി സംഭവങ്ങളൊക്കെ വർക്കായി. പക്ഷെ കേസിലോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിക്കൊന്നും ചെയ്യാനില്ല. അതായത് ഒരുമാതിരി ക്ലൈമാക്സിൽ പോലും ഒരുമാതിരി ഇഞ്ചക്ട് ചെയ്ത കോമഡി പോലെ ഒരു സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫ്രണ്ട് കൂടിയാണ് പോയത്. കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് അനുഭവം. ഇനി അടുത്ത മാസം ബസൂക്ക വരുന്നുണ്ട്. അതിലാണ് പിന്നെയൊരു പ്രതീക്ഷ എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പോട്ടെ. അതിലാണ് പിന്നെ ഒരു എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എന്ന് തന്നെയല്ലേ വരുള്ളൂ. ശരി, എന്നാൽ അത് തന്നെ. ബട്ട് നോട്ട് ഓവർ എക്സൈറ്റഡ്. നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല പടങ്ങൾ നമ്മളെ കയ്യിരിക്കുന്നത്. ഇപ്പം തന്നെ തുടരുമിൻ്റെ റിലീസ് മാറ്റി എന്നൊക്കെ കേട്ടു. ഷോക്കോടെ എന്താ OTT റൈറ്റ്സ് ബാഗ് ആയില്ലെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടായിരുന്നു. ബെസ്റ്റ് ടൈമായിരുന്നു ആ പടം ഇറക്കാനായിട്ട്. എമ്പുരാൻ കഴിഞ്ഞിട്ടൊക്കെ ഇനി ഇറക്കോളൂ എന്നൊക്കെയാണ് കേട്ടത്. അങ്ങനെ നടക്കാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം നമ്മുടെ മുമ്പിൽ ലാലേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് വരാനായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ. എനിവേ, ദാറ്റ്സ് ഓൾ വിത്ത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. എൻ്റെ അഭിപ്രായമൊന്നുമല്ല. ഞാൻ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അങ്ങനെയാണ് ഓരോ സിനിമകളും വിജയിച്ചു പോകുന്നത്. പല പടങ്ങളും ഹിറ്റായി പോയ പല പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ടർബോ അത് അത്യാവശ്യം റീച്ച് കയറിയ പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.